എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കൂടെ ഉള്ളത് നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അനസ് കെ എ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് അഡോളസെന്റ് സ്പെഷ്യലിസ്റ്റ് ഫ്രം അപെക്സ് ഹെൽത്ത് കെയർ ചിൽഡ്രൻസ് ക്ലിനിക് ആലുവ. ഡോക്ടർ നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഒരു റൂട്ടീനും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ എന്തൊക്കെ റൂട്ടീൻസ് നമ്മൾ വരുത്തണം, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇപ്പം ആസ്മ ഉള്ള കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് നമ്മൾ പറഞ്ഞത്. അല്ലാണ്ട് മൊത്തത്തിൽ പൊതുവെ ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ബെറ്റർ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം? ഫുഡ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഇപ്പൊ ഞാൻ നേരത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രശ്നമുള്ളവർക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫുഡ് അലർജി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ചില കുട്ടികൾക്ക് കൗസ് മിൽക്ക് അലർജി ഉണ്ടാവും. ഇയർലി ആയിട്ട് കുട്ടികൾക്ക് നല്ല കരച്ചിൽ, വയറ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ അമ്മമാര് ഈ ആയുർവേദ മരുന്നുകൾ, ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞ് കഴിക്കുന്ന മരുന്ന് കഴിക്കുമ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കരയുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അമ്മ ഒഴിവാക്കാൻ. അമ്മയുടെ മുലപ്പാലിൽ കൂടെ കുഞ്ഞിന്റെ വയറിൽ ഇത് എത്തുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ അമിതമായിട്ട് കരയുക, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ ഇങ്ങനത്തെ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഈ പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രോബയോട്ടിക്സ് ഇമ്മ്യൂണിറ്റിക്കും അവരുടെ വിശപ്പിനും അവരുടെ വയറിലെ ഗ്യാസ് ഫോർമേഷൻ കുറയ്ക്കാനും മറ്റ് വയറിന്റെ വെൽബീയിങ്, കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനൊക്കെ. അപ്പോൾ പ്രോബയോട്ടിക്സ് നമുക്ക് എവിടുന്ന് കിട്ടുക? ഇപ്പൊ നട്ട്സിൽ നിന്ന് കിട്ടും, തൈരിൽ നിന്ന്, മോരിൽ നിന്ന് കിട്ടും. സംഭാരം നമുക്കറിയാം, നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു പാനീയമാണ്. അപ്പൊ അതെല്ലാം കുട്ടികളെ കൊടുത്ത് പഠിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. തൈരിനെ കുറിച്ച് പറയുമ്പോഴും ഒരു സംശയമാണ്, ഈ പ്രോബയോട്ടിക്സിൽ ഉൾപ്പെടുന്നതാണ് തൈര്. അത് ഈ തൈര് പലപ്പോഴും നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, കഫത്തിന് കാരണമാകുമോ എന്നുള്ളൊരു സംശയം കൂടെ പലപ്പോഴും നിലനിൽക്കാറുണ്ട്. നമ്മളിപ്പോ ഈ തൈര് എന്ന് പറയുമ്പോൾ പാല് പോലെ ഡയറക്റ്റ് പ്രോട്ടീൻ അല്ല, അത് ഫെർമെന്റേഷൻ വന്ന് പൊളിച്ച് അതിന്റെ ഒരു ഘടനയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അത് അലർജി ഉണ്ടാവാറില്ല. അത്ര സിവിയർ ആയിട്ട് ഇതുള്ള കുട്ടികൾക്ക് മാത്രമാണ് തൈര് അല്ലെങ്കിൽ മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ പ്രശ്നം ഉണ്ടാവാറ്. അപ്പോൾ ഡയറക്റ്റ് മിൽക്ക് പ്രൊഡക്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് ഒഴിവാക്കാം. അതുപോലെ തൈര് ഫെർമെന്റഡ് ആയതുകൊണ്ട്, പൊളിച്ചതുകൊണ്ട് വയറിന് ഈവൻ ഡയബറ്റിക് ഉള്ളവർ വരെ തൈര് കഴിക്കാമെന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു സാധനമാണ്. അപ്പൊ അത് ട്രൈ കുട്ടികൾക്ക് കൊടുക്കാം. നട്ട്സ്, ചെറിയ രീതിയിൽ നട്ട്സ് എന്തെങ്കിലും അത് കുട്ടികൾക്ക് കൊടുക്കാം. ഇതെല്ലാം പ്രോബയോട്ടിക്സ് ആണ്. ബനാന നല്ലൊരു പ്രോബയോട്ടിക് ആണ്. പിന്നെ നമ്മൾ അറിയാൻ എല്ലാവർക്കും ഇഡ്ഡലി, ദോശയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. ഈ ഇഡ്ഡലി മാവ് പൊളിപ്പിച്ചിട്ട് നമ്മളത് ഫെർമെന്റേഷൻ ചെയ്ത് ഓവർനൈറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പാക്ഡ് ഫുഡുകൾ, പ്രിസർവേറ്റീവ്സ് ഒത്തിരി അതിലുണ്ടാവും. അപ്പോൾ കുറേ ദിവസം അത് ഷെൽഫ് ലൈഫ് ഉണ്ടാവണം, ഷെൽഫിൽ ഇരിക്കാൻ, ഫ്രീസറിൽ ഇരിക്കാനൊക്കെ വേണ്ടി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും, കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അലർജിക് ആവാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യാം ഈ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. അതുകൂടാതെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഈ 1 വയസ്സ് 2 വയസ്സൊക്കെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് ബഡ്, നാവെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റേഴ്സ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരുപാട് ചിപ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൽ അമിതമായിട്ടുള്ള സോൾട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി മധുരമായിട്ടുള്ള ഫുഡുകൾ, നമ്മൾ ഓവറായിട്ട് സ്വീറ്റ് മിഠായികളും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒരു തവണ കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് അതിനോട് അഡിക്ഷൻ ആവും, അതിനോട് താല്പര്യം കൂടും. നമ്മൾ സാധാരണ ചോറിനൊക്കെ എന്ത് രസമുണ്ട്, ഭംഗിയുണ്ട്, അല്ല രുചിയുണ്ട്, ഇല്ല, അത് കഴിക്കാൻ വലിയ പാടാണ്. നമ്മൾ അതിനോട് കറികളെല്ലാം കൂട്ടി കുഴച്ചൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ടേസ്റ്റ് ആവുന്നത്. അത് നാച്ചുറൽ ആയിട്ട്. പക്ഷെ നമ്മൾ ഓവറായിട്ട് അമിതമായിട്ടുള്ള പുളിയും ഉപ്പും അമിതമായിട്ടുള്ള മധുരവും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചിപ്സുകൾ നമ്മുടെ നാട്ടിൽ കടകൾ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മിഠായി തീറ്റ, ചോക്ലേറ്റുകൾ, ഇതെല്ലാം കുട്ടികളിൽ നമ്മൾ ഏർലി ഡേയ്സിൽ 3 വയസ്സെങ്കിലും പരമാവധി കുട്ടികൾക്ക് മിഠായിയും ഇതുപോലുള്ള ചിപ്സ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ അമിതമായിട്ട് കഴിക്കുന്ന കുട്ടികൾ മറ്റു ഭക്ഷണം റിഫ്യൂസ് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം കുഞ്ഞുനാൾ തൊട്ട് കൊടുത്ത് അത് പരിചയപ്പെടുത്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മാസം 11 മാസം ആകുമ്പോഴേക്കും സെൻസിറ്റൈസ് ചെയ്ത് നമ്മളുടെ വീട്ടിലെ ആഹാരം കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് ഏറ്റവും നമ്മൾ ഫുഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയതൊക്കെ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞു. ആൻഡ്